സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. കർത്താവിന്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. കടന്നുവയ്ക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 35-ാമത് വചനം, 34-35 വാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് വായിക്കണം. അപ്പോൾ പത്രോസ് വായ് തുറന്നു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഒരു നിമിഷം കൂടെ സദസ്സുകളെ നമിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവം അറിയുന്നു എന്ന് അഭിഷേകനായ പത്രോസ് വായി തുറന്ന് പ്രസ്താവിക്കുമ്പോൾ, ഈ പകൽക്കാലം നമ്മുടെ സാഹചര്യങ്ങൾ നോക്കാതെ, നമ്മുടെ സ്ഥിതിഗതികൾ നോക്കാതെ, നമ്മുടെ അവസ്ഥകൾ നോക്കാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. വ്യക്തിപരമായി അനുഗ്രഹിച്ച് പറഞ്ഞേക്കണം. അവൻ കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായം ദൈവഭക്തനായ ഒരു ശതാധിപന്റെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് വിവരിക്കുന്ന ഒരു വിവരണമാണ്. അത് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിക്കാം. ഇത്താലിക എന്ന പട്ടണത്തിൽ കൊർന്നേലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരും ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവരും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. കൊർന്നേലിയോസിനെ കുറിച്ച് 4 യോഗ്യതകളാണ് അപ്പോസ്തലരുടെ പുസ്തകത്തിൽ ദൈവം അരുളി ചെയ്യുന്നത്. അവൻ ഭക്തിയോടെ ജീവിച്ചവനാണ്, ദൈവ ഭയത്തോടെ ജീവിച്ചവനാണ്, അവൻ കുടുംബമായി ദൈവത്തെ ഭയപ്പെട്ടിരുന്നു എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഭക്തനും സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെട്ടവനും ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഒരു പട്ടാള ഉദ്യോഗസ്ഥനായി 100 പേർക്ക് അധിപനായി ജോലി ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? നമുക്ക് പലപ്പോഴും കഴിയാത്തത് പ്രാർത്ഥിക്കാനല്ലേ? ആ ഭക്തനായ മനുഷ്യന്റെ പ്രാർത്ഥനാനുഭവത്തെ നമുക്കൊന്ന് നോക്കിയാൽ അതിന്റെ 3-ാം വാക്യം വായിക്കാം. അവൻ പകൽ ഏകദേശം 9 മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. പകൽ 9 മണി നേരത്ത്
ഒരു ദൈവദൂതൻ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത് അവൻ സ്പഷ്ടമായി കണ്ടു. വായിക്കാം. കൊർന്നല്യോസേ തന്നോട് പറയുന്നതും കേട്ടു. മക്കളെ, ദൈവഭക്തിയോടെ ജീവിച്ച ആ കൊർന്നല്യോസ് പകൽ 9 മണി നേരത്ത് തന്റെ ഭവനത്തിനകത്ത് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വരുന്നത് സ്പഷ്ടമായി കണ്ടുവെന്നാണ്. സ്വപ്നത്തിൽ കണ്ടെന്നല്ല, വ്യക്തിപരമായി അവന് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇന്നവർക്കാണ് ആഗ്രഹമുള്ളത് ആ കർത്താവിന്റെ ദൂതനെ എനിക്കൊന്ന് വ്യക്തിപരമായി കാണണമെന്ന്. അതിന് തടസ്സമായി നിൽക്കുന്ന എന്താണെന്ന് നമ്മൾ കണ്ടെത്തി അതിനെ ഉപേക്ഷിച്ചാൽ കർത്താവിനെ കാണുവാനും കർത്താവിൽ നിന്ന് കേൾക്കുവാനും ഇടയായി തീരും. കർത്താവിന്റെ ദൂതൻ തന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരുന്നത് സ്പഷ്ടമായി കാണുകയും തന്റെ പേര് വിളിക്കുന്നത് കൊർന്നല്യോസ് കേൾക്കുകയും ചെയ്തു. ഇന്ന് പകൽക്കാലം ഒരു ദൈവവൈതലിന്റെ സന്തോഷത്തിന്റെ പൂർണ്ണത അവിടെയാണ്. പാസ്റ്റർന്ന് കേൾക്കുകയല്ല, പ്രവാചകന്മാരെന്ന് കേൾക്കുകയല്ല, നമ്മൾ കർത്താവിൽ നിന്ന് കേൾക്കുവാനുള്ള ഒരു ബദ്ധപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 21 ഉപവാസ പ്രാർത്ഥന വരുന്നു, പ്രവാചകന്മാർ ധാരാളം പേര് വരും. പക്ഷേ ഇന്ന് പകൽ എനിക്ക് വിനയമായി പറയുവാനുള്ളത് പ്രവാചകന്മാരിൽ നിന്ന് മനുഷ്യരെന്ന് കേൾക്കുവാനല്ല, പാസ്റ്റർമാരെന്ന് കേൾക്കുവാനല്ല, കർത്താവ് എന്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കണം. അങ്ങനെ ഒരു ആത്മീക അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായി ദൈവം സംസാരിക്കും. കർത്താവിന്റെ വചനം 2-3 പേർ ഒരു മനസ്സോടെ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ യേശു കർത്താവിടെ നടുവിൽ ഉണ്ടെന്നാണ്. വരാമെന്നല്ല, വിനയോ അവിടെ നടുവിലുണ്ട്. എപ്പോഴാണോ ഹൃദയങ്ങൾ ഐകമത്യപ്പെടുവാൻ തീരുമാനമെടുക്കുന്നുവോ അവിടെ നടുവിൽ കർത്താവ് ഇറങ്ങി വരും. ഒരു കുടുംബത്തിലെ വ്യക്തികൾ ഒരുമനപ്പെട്ട് ഏകാഗ്രതയോടെ തീരുമാനമെടുത്താൽ അവിടെ നടുവിൽ എന്റെ കർത്താവ് ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ആലയത്തിനകത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഹൃദയങ്ങൾ ഐകമത്യപ്പെട്ട് ഒരു മനസ്സോടെ കർത്താവിന്റെ കൂടെ വരുമ്പോൾ കർത്താവ് അവിടെ നടുവിൽ ഇറങ്ങി വരുവാൻ ഇടയായി തീരും. പകൽ ഇറങ്ങി വന്ന കർത്താവിന്റെ ദൂതനെ സ്പഷ്ടമായി കാണുവാനും ആ ദൈവ ശബ്ദം അവന് കേൾക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇന്ന് പകൽ നമുക്കും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഒരു ദാഹമുണ്ടാകണം. അടുത്ത വാക്യം, 4-ാം വാക്യം. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താണെന്ന് കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊലനായ ശിമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. പലരുടെയും സംശയം ഇങ്ങനെയൊക്കെ ദൈവം സംസാരിക്കുമോ എന്നാണ്. ഇങ്ങനെ വ്യക്തമായി ദൈവം സംസാരിക്കും. ദൈവം ചില കുടുംബങ്ങളെ കുറിച്ച് സംസാരിക്കും, ചില വ്യക്തികളെ കുറിച്ച് സംസാരിക്കും. എന്റെ ജീവിതത്തിൽ അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഞാൻ വെള്ളാപ്പള്ളിയിലായിരിക്കുമ്പോൾ അവിടെ 7 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ആ രാത്രിയിൽ ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ കൃത്യം 12 കർത്താവിനെ തട്ടി ഉണർത്തിയിട്ട് 6 പേരുകൾ എന്നോട് പറഞ്ഞു. 6 ദൈവദാസന്മാരുടെ പേരുകൾ, ഞാൻ അതുവരെ കേട്ടിട്ടില്ലാത്ത ആ ദൈവദാസന്മാരുടെ പേരുകൾ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട് ഞാൻ എന്റെ ബുക്കിൽ എഴുതി രാത്രിയിൽ എഴുന്നേറ്റ് ആ ദൈവദാസന്മാരെ വിളിച്ചാണ് അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തിയത്. ദൈവം ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ നമ്മോട് സംസാരിക്കും. കൊർന്നല്യോസിനോട് വ്യക്തമായി പറയുന്നു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തിയ പോരാ, നീ സ്വർഗത്തിലെത്തണമെങ്കിൽ പത്രോസിനെ വിളിച്ച് നീ സുവിശേഷം കേൾക്കണം. പലരും വിചാരിക്കുന്നു എന്നെ കാണിക്ക കൊടുത്താൽ മതി, അത് അനുഗ്രഹിക്കപ്പെടുമെന്ന്. പക്ഷേ ഈ കൊടുക്കുന്ന സ്തോത്ര കാഴ്ചയും നന്മയും അതിന്റെ അനുഗ്രഹം പ്രാപിക്കണം. നമ്മൾ സ്വർഗത്തിലെത്താതെ നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ കഴിയും?
അവൻ കർത്താവ് വ്യക്തമായി പറയുന്നു, തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ, കടപ്പുറത്തുള്ള വീട്ടിൽ അവൻ പാർക്കുകയാണെന്ന് വ്യക്തമായി അവൻ പാർക്കുന്ന വീടിന്റെ അഡ്രസ് വരെ പറഞ്ഞ കൊർന്നല്യോസിനോട് പ്രാർത്ഥനാ മുറി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാല പ്രാർത്ഥനാ മുറിക്കകത്ത് ഇടപെടുന്ന ദൈവം ഈ ആലയത്തിനകത്തുണ്ട്. ഇന്ന് പകൽ ആരൊക്കെ വാഞ്ചയോടെ ആ ദൈവ ശബ്ദം കേൾക്കുവാൻ കൊതിയോടെ ആയിരിക്കുന്നവ, ദൈവത്തിന് നിങ്ങളോട് ഓരോരുത്തരോട് വ്യക്തിപരമായി സംസാരിക്കാൻ കഴിയും. ആ ദൈവ ശബ്ദം കേട്ടാൽ നമ്മൾ നിരാശപ്പെടുകയില്ല. ഹല്ലേലൂയ. ഒരു ദൈവ ശബ്ദം കേട്ടാൽ നമ്മുടെ അകത്ത് എന്തെന്നില്ലാത്ത ത്രില്ലുണ്ടാകും. ഒരുപക്ഷെ ബലഹീനതയോടെയാണോ നീ ആയിരിക്കുന്നത്, ആ ദൈവ ശബ്ദം കേട്ട് കഴിയുമ്പോൾ സകല നിരാശയും മാറും, സകല ഭാരങ്ങളും മാറും. ആ ദൈവ ശബ്ദം കേൾക്കുവാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവം എല്ലാ ദൈവമക്കൾക്കും ആവശ്യമാണ്. പലരും വിചാരിക്കുന്നത് ഞാൻ കേട്ടത് തന്നെ ഇപ്പൊ അധികമാണ്, ഇനി എന്തിനാണ് കേൾക്കുന്നത്, അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും, എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അല്ല, തീഷ്ണതയോടെ കേൾക്കുക, ദാഹത്തോടെ കേൾക്കുക. ആർത്തിയുള്ളവനെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. വിശപ്പുള്ളവനാണ് ദൈവം നന്മയെ നുറുക്കി കൊടുക്കുന്നത്. ആർത്തിയോടും സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആ ഒരു ആത്മീക ദാഹവും എരിവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമുക്ക് വേഗം ബാക്കിയുള്ള ഭാഗം ചിന്തിപ്പാൻ അതിന് 35-ാം വാക്യത്തിലേക്ക് 34-ാം വാക്യത്തിലേക്ക് വരാം. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന്. അവിടെ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പത്രോസ് പറയുവാനായിട്ട് കാരണം, പത്രോസ് യഹൂദന്മാരോട് മാത്രം സുവിശേഷം അറിയിക്കുന്ന യഹൂദന്മാരുടെ അപ്പോസ്തലനാണ്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഈ ലോകത്തിലെ സകല വിരുദ്ധവും നേടിയ പ്രാഗൽഭ്യമുള്ള പൗലോസിനെ ദൈവത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ജാതികളുടെ ഇടയ്ക്കിലേക്ക് അയച്ചപ്പോൾ, കടൽ മീൻ പിടിക്കാൻ മാത്രം പരിചയമുള്ള, ഈ ലോകത്തിലെ വിദ്യാഭ്യാസമോ വിവരമോ യോഗ്യതയോ ഒന്നും പറയാനില്ലാത്ത പത്രോസിനെ ദൈവം അഭിഷേകം ചെയ്ത് യഹൂദന്മാരുടെ അടുക്കിലേക്ക് അയച്ചു. അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ അറിവോ കഴിവോ പ്രാഗൽഭ്യവും അല്ല കർത്താവിന്റെ വേല ചെയ്യുവാൻ ബലപ്പെടുത്തുന്നത് ആ ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രശംസിക്കാനോ പുകഴാനോ ഒന്നുമില്ല. നമ്മേക്കാൾ യോഗ്യതയുള്ളവർ നമ്മോടൊപ്പം ഇല്ലേ, നമ്മുടെ ദേശത്തില്ലേ? എന്താ അവരെ ദൈവം തെരഞ്ഞെടുക്കാത്തത്? അത് ഒന്നും ഒരു യോഗ്യതയും ഇല്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമുള്ളതിനെ തെരഞ്ഞെടുത്തു. ലോകത്തിൽ ഭോഷത്വമായ നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കാനാണ്. പത്രോസ് പറയുന്നു, പത്രോസ് യഹൂദന്മാരുടെ മാത്രം അപ്പോസ്തലനായിരിക്കെ കൊർന്നല്യോസ് പുറജാതിക്കാരനാണ്. പുറജാതിക്കാരന്റെ വീട്ടിൽ പോകാൻ പത്രോസ് തയ്യാറാകുകയില്ല. പത്രോസ് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറുമ്പോൾ ഒരു തുപ്പട്ടി 4 കോടും കെട്ടി തന്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചു. അതിനകത്ത് 4 കാലുകളും ഇടജാതികളും സകലവിധ മൃഗങ്ങളും ഉണ്ടായിരുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, ആത്മവിമർശതയിലാണത് കാണുന്നത്, നീ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. പത്രോസ് പറഞ്ഞു, മലിനമായൊന്നും ഞാന് ഭക്ഷിക്കാറില്ല. കർത്താവ് പറയുന്നു, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ, ദൈവമാണ് ഇറങ്ങി വന്ന് കൊർന്നല്യോസിനോട് പറഞ്ഞത്, യോപ്പയിലേക്ക് ആളയച്ച് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുവാൻ. ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ആളവിടെ ചെല്ലുമ്പോൾ ദൈവം ഇടപെട്ടില്ലെങ്കിൽ പത്രോസ് വരികയില്ല. പത്രോസിനെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. അങ്ങനെ ആ തുപ്പട്ടി മുകളിലേക്ക് പോയി പിന്നെയും അത് താഴേക്ക് വന്നു. പിന്നെയും കർത്താവ് പറയുകയാ, നീ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. ഇതെന്തായി തീരുമെന്ന് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വാതിൽ മുട്ടുകേൾക്കുകയാ.
കർത്താവ് പത്രോസിന് പറഞ്ഞു, ഞാൻ അവരെ അയച്ചതാണ്, നീ അവരോട് കൂടെ പോകാം. അങ്ങനെ അനുഭവത്തോടുകൂടെയാണ് പത്രോസിനെ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് അയക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 2-25 വാക്യം വായിക്കുമ്പോൾ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യനുണ്ടായി. ശിമ്യോൻ എന്ന് പറയുന്ന ഒരു ദൈവഭക്തനുണ്ടായിരുന്നു. നിയോഗത്തോടെ ദൈവാലയത്തിൽ പോയപ്പോൾ യേശു കർത്താവിനെ കരങ്ങളിൽ എത്തുവാൻ ഭാഗ്യം ലഭിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വന്നിട്ട് പറയുകയാ, ഞാൻ യഹൂദന്മാരോട് മാത്രം സുവിശേഷം അറിയിച്ചിരുന്ന വ്യക്തിയാ, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും ദൈവത്തെ അന്വേഷിക്കുന്നവനോട്. അങ്ങനെയാണ് എന്റെ 34 വാക്യം വായിക്കുന്നത്. ഒന്ന് വായിക്കാം. അപ്പോൾ പത്രോസ് വായ് തുറന്നു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസിന് ഒരു പുതിയ അറിവ് ദൈവം കൊടുക്കുക. ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തെ അംഗീകരിക്കുന്നവന് അത് അംഗീകരിക്കുന്നു എന്നും അത് ദൈവത്തെ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് ഞാനിപ്പോൾ യഥാർത്ഥമായി അറിയുന്നു. പത്രോസിന് പുതിയ അറിവ്. ഇന്ന് പകൽക്കാലം നമുക്കൊരു പുതിയ അറിവോടെ മടങ്ങി പോവുകയുള്ളൂ. ഞാൻ എങ്ങനെ ജീവിച്ചാലും ദൈവത്തിന് വിശ്വസ്തയോടെ ഇന്ന് പകൽക്കാലം ഒരു പുതിയ തീരുമാനത്തോടെ മടങ്ങി വന്നാൽ എന്നെ അനുഗ്രഹിക്കാതെ ദൈവം വിടുകയില്ല. ഇന്നലെ ആയിരുന്നു അവസ്ഥയെ കുറിച്ച് നോക്കേണ്ട, പണ്ടുള്ളവയെ കുറിച്ച് ഓർക്കേണ്ട, മുമ്പുള്ളവയെ വിചാരിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എന്നാൽ ഞാൻ നിന്നെ മൂർച്ചയുള്ളത് പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി മാറ്റുവാൻ, ചിലതിനെ ഇടിച്ചു പൊളിക്കുവാൻ, ചിലതിനെ തകർത്ത് മുന്നേറുവാൻ, നമ്മെ ഒരു മെതിവണ്ടിയാക്കി മാറ്റുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. നമുക്ക് ദൈവത്തിന്റെ ശരീരത്രമാത്രം പാരമ്യത്തോടെ അടുത്തു വരുവാനായിട്ട് കഴിയും. ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അറിയുന്നൊരു ദൈവം. അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന് ദൈവമേ, എന്നെ അറിയുവാൻ എന്റെ അപ്പന് കഴിയുമോ? എന്നെ ഉള്ളതുപോലെ അറിയുവാൻ എന്റെ കർത്താവിന് കഴിയുമോ? കഴിഞ്ഞ ഒരാഴ്ച വട്ടം ഞാൻ ഈ ലോകത്തിൽ ജീവിച്ച ജീവിതം കർത്താവ് കണ്ടിട്ട് എന്നെ യഥാർത്ഥമായി അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയുമോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ജീവിതങ്ങൾ തീരുമാനത്തോടെ മടങ്ങിപ്പോകണം. കർത്താവ്, ഇനി ഞാൻ കർത്താവിനെ വിട്ടു മാറിപ്പോകയില്ല. കൊർന്നല്യോസിനോട് പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വന്ന് സംസാരിച്ച അതേ കർത്താവ് തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനോട് സംസാരിച്ചെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന ഇതേ ദൈവം നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ വന്ന് നിങ്ങളുടെ വ്യക്തിപരമായി സംസാരിക്കും. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. ആ ദൈവ ശബ്ദം കേൾക്കുവാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം വിശ്വസ്തനായി നമ്മോടൊപ്പമുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 14-ാമത് വാക്യം വായിക്കുമ്പോൾ 1 ശമൂവേൽ 12-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ മറക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. അവിടെ രാജാവും ജനവും ദൈവത്തെ ഭയപ്പെടും. ദൈവത്തെ ഭയപ്പെടുന്നതിന് പാസ്റ്റർ എന്നോ വിശ്വാസി എന്നോ വ്യത്യാസമില്ല. ദൈവവചനം പ്രസംഗിക്കുന്നവർക്കും പ്രസംഗം കേൾക്കുന്നവർക്കും ഒരേ നിയമമാണ്. 2 നിയമമില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 4:12 പറയുന്നത് ദൈവത്തിന്റെ വചനം ഇരുവായുത്തലയുള്ള വാളാണ്. ഈ ലോകത്തിലെ എല്ലാ വാളിനേക്കാളും മൂർച്ചയുള്ള
ഇരുവായുത്തലയുള്ള വാളാണ് ദൈവവചനം. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെ വേർപിടിക്കുന്നത് തുളച്ചേരുന്നതാണ്. ഈ ലോകത്തിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് എത്തിച്ചെല്ലാൻ കഴിയാത്ത സ്ഥലത്തും എത്തിച്ചെല്ലാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ ചുമല് കൊടുത്താൽ, അത് എന്റെ ശരീരത്തിലേക്ക് ആ ദൈവവചനത്തിന്റെ ശക്തി ഇറങ്ങി വരണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഒരു രോഗത്തിനും പിന്നെ നമ്മുടെ ശരീരം നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിലേക്ക് ആ വചനം ഇറങ്ങാൻ കഴിയാതെ എവിടെയൊക്കെയോ നമ്മൾ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയുന്ന രൂപയാണ്, നെയ്യാകാവിൽ ധാരാളം ജലമുണ്ട്. അവിടുത്തെ ഷട്ടർ തുറക്കുമ്പോൾ 2 കനാലിലേക്ക് വെള്ളം കുതിച്ചു ചാടും, അത് ഒഴുകി വരും. പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു കനാലുണ്ട്, ആ കനാലിലൂടെ ഈ വെള്ളം ഒഴുകി പോകും. പക്ഷേ ഈ വെള്ളം പല ഷട്ടറുകൾ തുറന്നാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരു ഷട്ടർ അടഞ്ഞു കിടന്നാൽ അതുവരെ വെള്ളം വരികയുള്ളൂ. നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പാദങ്ങൾ വയ്ക്കുന്ന അവസ്ഥ, നമ്മുടെ കൈകളുടെ പ്രവൃത്തി, ഇതേതെങ്കിലും ആ ദൈവത്തിന്റെ ശക്തി എന്റെ അടുക്കലേക്ക് വരുവാൻ തടസ്സമുണ്ടെങ്കിൽ, ആ ദൈവ ശബ്ദം ഞാൻ കേൾക്കുവാൻ തക്കവണ്ണം തടസ്സമുണ്ടെങ്കിൽ, ഇന്ന് പകർന്ന് ഏറ്റുപറഞ്ഞ് ആ തടസ്സം മാറ്റണം. കർത്താവ് നമ്മളാണ് ആ ഷട്ടറിടുന്നത്. അവിടെ വെള്ളം സ്വാതന്ത്ര്യത്തോടെ വരുന്നു. മനുഷ്യരാണ് ഈ പലയിടത്തും ഷട്ടർ താഴ്ത്തിയിട്ട് വെള്ളം മറുവശത്തേക്ക് അവരെ ഒഴുക്കിക്കൊണ്ടുപോകുന്നത്. നമ്മൾ അനുഭവിക്കേണ്ട നന്മ അയൽവക്കത്തുകാർ അനുഭവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കുഴപ്പമല്ല. എന്റെ ജീവിതത്തിൽ ആ നന്മ വരുവാൻ എവിടെയോ തടസ്സമുണ്ടോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ യഥാർത്ഥമായി ഭയപ്പെടുന്ന ഒരു ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ എവിടെയോ തടസ്സമുണ്ട്. എവിടെയാണ് തടസ്സമെന്ന് മറ്റാർക്കും അറിയാവുന്നതിനേക്കാൾ അധികം അറിയാവുന്നത് നമുക്കാണ്. നമ്മൾ ആ തടസ്സം എടുത്തു മാറ്റാൻ തയ്യാറായാൽ ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ഒരിക്കലും കൃഷിക്ക് വേണ്ടി ഒരു മനുഷ്യൻ കനാലിൽ നിന്ന് വെള്ളം തുറന്നു വിട്ട് ചെറിയ കോൺക്രീറ്റ് ഓടയിലൂടെ അത് വെള്ളം കൊണ്ടുപോകാൻ, കനാലിൽ നിന്ന് ഷട്ടർ തുറന്നിട്ട് വേഗം വയലിൽ പോയി. അവിടെ മഴയെല്ലാം അടയ്ക്കാനായിട്ട് വയലിൽ പോയി നോക്കി നിന്നിട്ട് വെള്ളം കാണുന്നില്ല. അദ്ദേഹം പിന്നെ അവിടെ നിന്ന് ഈ വെള്ളം ഒഴുകി വരുന്ന ഓടയുടെ സൈഡിൽ കൂടെ വരുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു വലിയ മൺകട്ട വന്ന് ഈ ഓട അടഞ്ഞു കിടക്കുക. വെള്ളം അതുവഴി അടുത്തവന്റെ വയലിലേക്ക് പോവുകയാണ്. തന്റെ വയലിലേക്ക് വെള്ളം വരാൻ കഴിയാതെ ഇതുപോലെയുള്ള മൺകട്ടകൾ നമ്മുടെ ആത്മജീവിതത്തിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? ഇന്ന് പകൽക്കാലം അതിനെ പുറത്തെടുത്തു കളഞ്ഞു ആര് മനസ്സ് കാണിക്കുന്നു അവിടെ അടുക്കിലേക്ക് ഈ ആത്മനദി ഒഴുകി വരും. ഒരു നദി ഒഴുകി വരുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ നദി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരുവാൻ തടസ്സം നമ്മുടെ ജീവിതത്തിൽ ചില മൺകട്ടകളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം വായിക്കാം. യെശയ്യാ 49:2. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. അവൻ എന്നെ തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. എങ്ങനെയെങ്കിലുമല്ല, മിനുക്കിയ അമ്പാക്കി. കർത്താവ് നമ്മെ മിനുക്കി വെച്ചിരിക്കുക. ഏതു സമയത്ത് ചെയ്യുവാനും ശത്രുവിനെ തകർക്കുവാനും തയ്യാറായി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. എന്റെ പ്രാർത്ഥന അനുഭവം കുറയാതിരുന്നാൽ, ആത്മീക ജീവിതത്തിനകത്ത് കരടില്ലാതിരുന്നാൽ, വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കാൻ കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ചെയ്യുവാൻ കണക്കാക്കി കർത്താവിന്റെ പൂണിയിൽ നമ്മെ മറച്ചു വെച്ചിരിക്കുക. കാലം എന്റെ ഒന്ന് നെയ്യണമേ എന്ന് പറയാൻ എത്രയോ താല്പര്യമുണ്ട്. അതിനായി നമ്മെ ഒരുക്കി കൊടുക്കുവാൻ, വിധേയപ്പെടുത്തി
കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? പലരും പറയുന്നത്, കർത്താവ് എന്നെ നീ തോന്നരുത്, അടുത്ത ആളിനെ ഉപയോഗിക്കണം. ഇല്ല, എന്നെയാണ് ദൈവത്തിന് ആവശ്യം, നിങ്ങളെ ഓരോരുത്തരെയാണ് ദൈവത്തിന് ആവശ്യം. രാജാവും ജനങ്ങളും ഒരുപോലെ ദൈവത്തെ ഭയപ്പെടണം. ഇന്ന് പകൽക്കാലം ദൈവം ഭയം സർവജയം എന്ന വചനം പറയുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന തന്റെ മക്കൾക്ക് രോഗവും ശാന്തിയോടും ഉദിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയും. ആ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുകയും ദൈവത്തിന്റെ വഴികൾ നടക്കാതിരുന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയില്ല. 31-ാം സങ്കീർത്തനം 19-20 വാക്യങ്ങൾ. 31-ാം സങ്കീർത്തനം 19-20 വാക്യം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചിലത് സംഗ്രഹിച്ചു വച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ചിലതുണ്ട്. തക്ക സമയത്ത് നമുക്ക് തരുക. അജാശങ്ങൾ ചിന്തിച്ചെന്താ? തക്ക സമയത്ത് മഴ തരുന്നത് ദൈവം, തക്ക സമയത്ത് വിളവിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവം. ഇതെല്ലാം നമുക്ക് തക്ക സമയത്ത് തരാൻ തക്കവണ്ണം ദൈവം ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് എനിക്ക് എന്തുകൊണ്ട് കർത്താവ് ഇത് അനുഭവിക്കാൻ കഴിയുന്നില്ല? എവിടെയാണ് എന്റെ ജീവിതത്തിലെ ആ കുറവ്? എന്തുകൊണ്ട് എന്റെ ഭവനത്തിനകത്ത് വരുന്നില്ല? എന്നും എനിക്ക് കഷ്ടത മാത്രമാണോ? എന്നും പ്രയാസം മാത്രമാണോ? എന്നും പ്രതിസന്ധി മാത്രമാണോ? ഇവിടെ പറയും ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചിലത് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിപ്പാൻ തക്കവണ്ണമാണ് നമ്മെ വിളിച്ചത്. ദൈവ മക്കൾക്ക് അനുഭവിക്കേണ്ട നന്മ ദൈവം കരുതി വച്ചിരിക്കുക. മറ്റു ഭാഗത്ത് പറഞ്ഞ് ദൈവം ചാരതിച്ചു വച്ചിരിക്കുക തന്റെ ഭക്തന്മാർക്ക് വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചരതിച്ചു വയ്ക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചരതിച്ചു വച്ചിരിക്കുന്നത് ഒരിക്കലും മറ്റാർക്കും കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കുന്നവരാണ് അവസാനം കിടന്ന് വിഷമിക്കുന്നത്. മക്കൾക്ക് വേണ്ടി ചരതിച്ചു വയ്ക്കുന്നത് മക്കൾക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുകയാണ്. ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില സേവിംഗ് പദ്ധതികളുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ എടുക്കാനായിട്ട് കഴിയുള്ളൂ. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത് നേരത്തെ എടുക്കാൻ ഗവൺമെന്റ് അനുവദിക്കില്ലെങ്കിൽ ഈ പകൽക്കാലം നമുക്ക് വേണ്ടി ദൈവം ചരതിച്ചു വച്ചതിന് നമുക്ക് തരാതെ മറ്റൊരാൾ കൊടുക്കുന്ന ദൈവമല്ല. ഇത് കമ്പ്യൂട്ടർ യുഗമാണ്. എല്ലാ കാര്യങ്ങളും ഓൺലൈനിലാണ് വരുന്നത്, അല്ലെ? സാധനങ്ങൾ പോലും ഓൺലൈനായിട്ടാണ് വരുന്നത്. ഗ്യാസിന്റെ ക്ഷാമം വന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഭക്ഷണം വീട്ടിൽ വരും. പക്ഷെ നേരത്തെ ഇരട്ടി വില കൊടുക്കണമെന്നേ ഉള്ളൂ. എല്ലാം ഓൺലൈനായി മാറിയിരിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവം ഓൺലൈനായി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എത്ര പേർ അപ്പനോട് പറയും, അപ്പാ എനിക്കുള്ളത് എനിക്ക് തരണമേ. സങ്കീർത്തനത്തിൽ നമ്മള് ദാവീദിനോട് ചേർന്ന് നിലവിളിച്ചതാ. നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. ലോകത്തിൽ ആരും നമ്മുടെ നിലവിളി കേൾക്കാനില്ലെങ്കിലും നമ്മുടെ നിലവിളി കേൾക്കുവാൻ ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. അതാണ് ഒരു ദൈവവേദന്റെ ഉറപ്പ്. ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എനിക്കുള്ളത് എനിക്ക് താ എന്ന് പറയാൻ കഴിയണം. ഒരപ്പന്റെ ഇളയമകൻ തന്റെ സമ്പത്തും തനിക്ക് അവകാശമായി ലഭിക്കേണ്ടതെല്ലാം വാങ്ങി അതെല്ലാം നഷ്ടമാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ പറയുന്ന ഒരു പദമുണ്ട്, നിന്റെ ഈ മകൻ അവരുടെതെല്ലാം നാനാവിധമാക്കി കളഞ്ഞു. എങ്കിലും അവൻ മടങ്ങി വന്നപ്പോൾ അവൻ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ. അതാണ് സ്വർഗത്തിലെ അപ്പന്റെ മനസ്സ്. ഇന്നലെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെടാതെ ഒരു പുതിയ തീരുമാനത്തോടെ മടങ്ങി വരാൻ തയ്യാറായ ഇന്ന് പകൽക്കാലം ദൈവം മകനായി മാറിയ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ അവകാശമാണ്.
103-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത് വാക്യം. 103-ാം സങ്കീർത്തനം 13-ാം വാക്യം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട്. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. ഒരു പിതാവിന് മകനോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് എന്നോട് കരുണ തോന്നിയാൽ പിന്നെ എന്തിനാ നമ്മൾ വ്യാകുലപ്പെടണം? എന്തിനാ നമ്മൾ നിരാശപ്പെടണം? എന്തിനാ നമ്മൾ നിലവിളിക്കണം? അപ്പനും മക്കളും എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വന്നാൽ, അതുകൊണ്ട് എഫേസ്യർ 3:20 പറയുന്ന ചോദിക്കുന്നതിനേക്കാൾ നിലയ്ക്കുന്നതിനേക്കാൾ ആത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നാം ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ ഒന്ന് ഉത്തേജിപ്പിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ, ആ ദൈവശക്തി അത് നിറയുവാൻ ശ്രമിച്ചാൽ, ആത്മാവിൽ ഒന്ന് ബലപ്പെടുവാൻ കഴിഞ്ഞാൽ സകല പ്രതിസന്ധികളും നമ്മുടെ കാൽ കീഴിലാണ്. ദൈവത്തിൽ നമ്മെ നടത്തുവാൻ ഇന്നും കഴിയും. ദൈവത്തിൽ നമ്മെ അതിശയകരമായി നടത്തുവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അനുഗ്രഹം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മൾ എന്തുകൊണ്ട് ശാപഗ്രസ്തരായി പോകുന്നു? അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്നോട് കരുണ തോന്നാൻ എന്റെ അപ്പന് കഴിയുന്നില്ല. അപ്പനും മക്കളും എന്ന ബന്ധം പോലെ കർത്താവുമായി ഒരു നല്ല ബന്ധത്തിലായി തീരുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ജയോത്സവമായി നമ്മെ നടത്തും. എത്രമാണ് ആ ഒരു ആർത്തി നമ്മുടെ ജീവിതത്തിലുള്ളത്? ആ ഒരു ആർത്തി നമ്മുടെ ജീവിതത്തിൽ കുറയാതിരിക്കുന്നിടത്തോളം കാലം നേരായി നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ലെന്ന്. ഏതെങ്കിലും നന്മ മുടങ്ങിപ്പോയോ ആ അപ്പനും മകനും എന്നുള്ള ബന്ധം എവിടെയോ വിച്ഛേദിക്കപ്പെട്ടു പോയി. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു വേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണം എടുക്കാൻ മറന്നുപോയാൽ വീട്ടിലെ അമ്മയോ അപ്പനോ അവൻ ഇന്ന് വൈകിട്ട് പട്ടിണി തന്നെ ഇരുന്നിട്ട് വൈകിട്ട് വേണ്ടതായി ചിന്തിക്കുമോ? ഇല്ല. ഓട്ടോ വിളിച്ചെങ്കിലും ഭക്ഷണം കൊണ്ട് സ്കൂളിൽ എത്തിക്കും. അതാണ് ആ ഉത്തരവാദിത്തമുള്ള ഒരു അപ്പനും അമ്മയും. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഭക്ഷണമൊന്നും തന്നേക്കാനും ആരുമില്ല, അന്വേഷിക്കാറുമില്ലായിരുന്നു. വീട്ടിൽ വന്നാലേ ചിലപ്പോൾ കഴിക്കാനായിട്ടുണ്ടാകുകയുള്ളൂ. ഇന്നത്തെ കാലഘട്ടം അതല്ല. ആ അപ്പനും അമ്മയുടെ ഉത്തരവാദിത്വം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമാന സമയത്ത് നിന്ന് അല്പം താമസിച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ വരേണ്ടുന്ന സമയം കഴിഞ്ഞ് അല്പം വൈകിയാൽ വീട്ടിലിരിക്കുന്നവർക്ക് സ്വസ്ഥതയില്ല. ഒന്ന് ഫോൺ ചെയ്ത്, ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യും. ആ ഫോൺ എവിടെ എത്തിയെന്ന് അന്വേഷിക്കും. എന്താ കാര്യം? ആ വ്യക്തി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുന്നത് വരെ നമുക്ക് സ്വസ്ഥതയില്ല. ഒരു ഈ ലോകത്തിലെ അപ്പനും അമ്മയും അങ്ങനെ ശ്രമിക്കുന്നില്ലെങ്കിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ചോദിച്ചാൽ നന്മയത്ര അധികം. കർത്താവ് നന്മ മാത്രം ചെയ്യുന്നവനാണ്. തിന്മയായിട്ടൊന്നും എന്റെ അപ്പൻ ചെയ്യുകയില്ല. ഈ അപ്പൻ നമുക്ക് വേണ്ടി ചരതിച്ചു വെച്ചിരിക്കുന്നതുണ്ട്. അതിനെ വസൂലാക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. ചോദിപ്പീൻ എന്നാൽ തരാമെന്ന കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത്. നമ്മുടെ ആദരം തുറന്ന് ചോദിക്കാൻ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് വേണ്ടി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അടുത്ത വാക്യം, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. അതുകൊണ്ട് കർത്താവ് നമ്മെ കരുണയോടെ പിന്നെയും കാക്കുന്നു. നമ്മുടെ പ്രകൃതി നന്നായിട്ട് അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്.
അല്ലെ വായുണ്ടെങ്കിലും സംസാരിക്കാത്ത കണ്ണുണ്ടെങ്കിലും കാണാത്ത ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത ദൈവമല്ല നമ്മുടെ ദൈവം. കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ദൂരത്ത് നിന്ന് നമ്മുടെ അവസ്ഥകളെ ഗ്രഹിക്കുന്നവനാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ ഭവനത്തിൽ പ്രാർത്ഥന മുറിക്കകത്തായിരിക്കുമ്പോൾ മാത്രമല്ല, ആലയത്തിനകത്ത് ഇരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം വായിക്കുകയും വായിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനം നിരസിച്ച് സ്വയം ഭോഷന്മാരായി തീരുകയാണ്. ദൈവത്തിന്റെ ആലോചനകൾ എത്ര കേട്ടിട്ടും ചെവിയടഞ്ഞ പൊട്ടാണി പോലെ പിന്നെയും പിന്നെയും ആ തെറ്റ് തന്നെ ചെയ്തിരുന്നാൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് കത്തുന്ന തീയല്ലാതെ മറ്റൊന്നുമില്ല. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, നമ്മുടെ ആഴത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായതാണ്. ദൈവം എനിക്ക് വേണ്ടി ചാലനിച്ചു വച്ചിരിക്കുന്നത് എന്താ? മലാക്കി പ്രവാചകൻ പറയുന്നു, ദൈവം കോപവും ചാലനിച്ചു വച്ചിരിക്കുക. നന്മ മാത്രമല്ല, എനിക്ക് വേണ്ടി ദൈവം എന്താണ് ചാലനിച്ചു വച്ചിരിക്കുന്നത്? ദൈവത്തെ അനുസരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി നന്മ ചാലനിച്ചു വച്ചിരിക്കുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് നടക്കുന്നവന് ദൈവത്തിന്റെ കോപത്തിന്റെ തീയും ചാലനിച്ചു വച്ചിരിക്കുക. ഇന്ന് പകൽ എന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വരണമേ എന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നു, അവർ അപ്പനോട് ചോദിക്കുന്നത് പോലെ, അവരപ്പൻ തന്റെ മകനോട് കാണുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കണ്ണു തോന്നുന്നു. എന്നെയും നിങ്ങളെ ദൈവം കരുണയോടെ കാത്തത് കൊണ്ട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടത്. ദൈവസന്നിധിയിൽ ആ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യം. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവൻ ദൈവത്തിന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? ദൈവത്തെ ഭയപ്പെടുമ്പോൾ ദൈവദാസന്മാരുടെ വാക്ക് നമ്മൾ കേട്ട് അനുസരിക്കണം. കേൾക്കാൻ എല്ലാവരും മിടുക്കരാ, പക്ഷെ അനുസരിക്കുന്നതിനോ പലപ്പോഴും കേട്ടിട്ട് അനുസരിക്കാത്തത് കൊണ്ട് നമുക്ക് നന്മ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇനി 7 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. ദൈവം ഒരുവനെ സഹായിച്ചാൽ പ്രതിസന്ധിയിൽ നീ അമ്പരന്ന് പോകാൻ അനുവദിക്കില്ല. ദൈവം സഹായിക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ വാക്കുകൾക്കുകയും ചെയ്യണം. ലോകത്തിൻ്റെതായ ആഡംബരങ്ങളുടെ പുറകെ ഓടി, ലോക ഇമ്പങ്ങളുടെ പുറകെ ഓടി തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരുവന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കില്ല. അങ്ങനെയുള്ളതെല്ലാം ഇന്നവകൾ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം ദൈവമക്കളുടെ അവകാശമാണ്. അങ്ങനെയുള്ളവർ അമ്പരന്ന് പോകയില്ല. അടുത്ത വാക്യം. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. ഭക്തൻ പറയുകയാണ്, ഞാൻ ലജ്ജിച്ചു പോകയില്ല. ദാവീദിനെ ലജ്ജിപ്പിക്കാൻ പല തവണ പലരും നോക്കിയെങ്കിലും ദാവീദ് ലജ്ജിച്ചു പോയില്ല. എന്താ കാര്യം? ദൈവവുമായി ബന്ധമുള്ളവൻ, ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുള്ള ഒരു ദൈവ പൈതലിനെ തൊടാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ ദൈവമക്കളെ, നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥനാനുഭവമുള്ളവരാണോ? നിങ്ങൾക്കത് ഏത് ആഭിചാരം ചെയ്താൽ നീ ഭയപ്പെടണ്ട. വരുന്ന വഴിക്ക് പോയിക്കൊള്ളത്. നിന്റെ ജീവിതം മിനുസമുള്ളതാണെങ്കിൽ, വചനപ്രകാരം വിശുദ്ധി ഉള്ളതാണെങ്കിൽ,
ഇത് അകത്തോട്ട് കയറിയില്ല, വന്ന് ഇടിച്ചിട്ട് തിരികെ പോകും. ഇരട്ടി ശക്തിയോടെ വിട്ടവന്റെ അടുക്കലേക്ക് പോകും. നീ അതിന് ആചാരത്തെ ഭയപ്പെടുന്നത് നമ്മൾ ഇത് കുറവുള്ളത് കൊണ്ടാണ്. വചനം പ്രകാരം നമ്മൾ ഉറപ്പുള്ളവരാണെങ്കിൽ, ദൈവത്തിന് വിശ്വസ്തരാണെങ്കിൽ, സംഖ്യാപുസ്തകം 23:23 പറയുന്നു, ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണം ഇത് ഇസ്രായേലിനോട് പറ്റുകയില്ല. അവന്റെ കാശ് നഷ്ടപ്പെടുന്നതല്ലാതെ യഥാർത്ഥമായി ദൈവത്തെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലിന് ഒരു ദോഷം എന്ന ദൈവം അനുവദിക്കുകയും. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എന്റെ പക്ഷത്ത് ദൈവമുണ്ട്. അത്ര പേർക്ക് അങ്ങനെ ധൈര്യമായി പറയാൻ കഴിയും. എന്റെ പക്ഷത്ത് ദൈവം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിനക്കെതിരായി നിന്നാൽ നീ ഭയപ്പെടേണ്ട. ദൈവ ഭയമുള്ള യഹോശാഫാത്ത് രാജാവിനെതിരെ അമോന്യരും മോവാബ്യരും മെയൂന്യരും ഒരുമിച്ച് യുദ്ധത്തിന് വന്നു. യഹോശാഫാത്ത് ദൈവത്തെ ഭയപ്പെടുന്നവനായി അവനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. പട്ടാളക്കാരുടെ എല്ലാം മുമ്പിൽ, വാള് പിടിച്ചവരല്ല മുമ്പിൽ നിർത്തിയത്. ഇരുവായ്ത്തലയുള്ള വാളേന്തിയ ദൈവവചനം ഏന്തിയ പുരോഹിതന്മാരെ ആട്ടിൻകൊമ്പുമായി മുമ്പിൽ നിർത്തി കാഹളം ഊതുവാൻ പറഞ്ഞു. പുരോഹിതന്മാർ കാഹളം നീട്ടി ഊതിയപ്പോൾ ശത്രു സൈന്യം തമ്മിൽ വെട്ടേറ്റ് മരിക്കുവാനിടയായി. അതാണ് ദൈവമക്കൾക്ക് എതിരെ വരുന്ന പ്രതികൂലങ്ങളെ ദൈവം തകർക്കുന്നത്. നമ്മുടെ പക്ഷത്ത് ദൈവമുണ്ടോ? എന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന് സ്ഥാനമുണ്ടോ? കർത്താവിന് ഇഷ്ടമുള്ളതാണോ എന്റെ വീട്ടിനകത്ത് സംസാരിക്കുന്നത്? നമ്മുടെ ഭവനത്തിനകത്ത് കർത്താവ് വന്നു കയറിയാൽ കയറി വന്നോ ഇരിക്കാൻ മനസ്സ് തോന്നുമോ? അതിനുള്ള അവസരം നമ്മൾ ഭവനത്തിനകത്ത് ഒരുക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുന്ന വീട്ടിൽ എങ്ങനെ കർത്താവ് വസിക്കും? പരസ്പരം സ്നേഹിപ്പാനും കരുതുവാനും ക്ഷമിക്കുവാനും കഴിയുന്ന വീട്ടില് യേശുവിന് വസിക്കാൻ കഴിയും. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്, സമാധാനത്തിന്റെ നായകനാണ്. നമ്മുടെ ഭവനങ്ങൾക്കുള്ളിൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം. മലാക്കി പ്രവചനം 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച്. ഇന്ന് പകൽ ഞാൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നന്മയ്ക്ക് കുറവില്ല. അമർത്തി കുലുക്കി കവിയുന്ന അളവിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ പദവിടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 50-ാമത് വാക്യം കൂടെ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 1:50. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. എനിക്ക് കഴിയുമെന്ന് പറയുന്നവരെ, ഹൃദയത്തിൽ അഹങ്കാരം പറയുന്നവരെ ദൈവം ചിതറിച്ചു കളഞ്ഞു. ഇവിടെ കർത്താവിന്റെ വചനം, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ കരുണ തലമുറയായി അനുഭവിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അടുത്തു വരാൻ കഴിയുമോ? നമ്മൾ വായിച്ച അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം 35-ാമത് വാക്യം ഒന്നും കൂടെ വായിക്കാം. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും അവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു.
ദൈവത്തിന് കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല. വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ല. പണ്ഡിതനെന്നോ പാമരനെന്നോ ധനാഢ്യനെന്നോ ദരിദ്രനെന്നോ ദൈവസനിൽ വ്യത്യാസമില്ല. ദൈവസനിൽ ഒരു ജാതിക്കും അവിടെ പരിഗണനയില്ല. ഏത് ജാതിയിലും വംശത്തിലും ഗോത്രത്തിലുമുള്ളവരാണെങ്കിലും കർത്താവിനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കാൻ തയ്യാറായാൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കും. 38-ാം വാക്യം വായിക്കാം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അവിടെ പത്രോസിന്റെ പ്രസംഗമാണത്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിട്ട് ആ ദൈവം കടന്നുപോയില്ല. ആ ദൈവം യേശുവിനോട് കൂടെ ഇരുന്നു. നമ്മെ അഭിഷേകം ചെയ്ത ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാനിടയായി. ഇന്ന് പകൽ ഈ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടോ? ഈ യേശു എന്റെ കൂടെ ഉണ്ടോ? എന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ യേശു എന്റെ കൂടെ വരുമോ? ആ ഒരു ഉറപ്പാണ് നമുക്ക് ആവശ്യമായിരിക്കും. 44-ാം വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. പിന്നെ ഒരു സെക്കൻഡ് പോലും താമസിച്ചില്ല. ഏത് ജാതിയിലും ഏത് ഭാഷയിലും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവം കടാക്ഷിക്കും. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ആ ദൈവം യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ വിടുവിക്കുകയും ചെയ്തുകൊണ്ട് യാത്ര ചെയ്തു. ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് നമ്മെ ജയത്തോടെ നടത്തുക. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചിലത് ശരദിച്ചു വച്ചിരിക്കുക. ഇന്ന് പകൽ എനിക്ക് വേണ്ടി എന്താണ് അപ്പാ അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ പകരപ്പെടുക. ദൈവത്തിന്റെ കരുണ വറ്റിപ്പോകാത്ത ഉറവ പോലെ നമ്മിൽ നിന്ന് ഒഴുകി വരുവാൻ, നമ്മിലൂടെ അനേകർ യേശുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, അപ്പാ പിതാവേ എന്ന് നിലവിളിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു? എല്ലാ പ്രതികളും ഏകാഗ്രമാക്കും. ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തി രോഗിയാണോ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ആ വ്യക്തിയെ സൗഖ്യമാക്കുകയാണ്. നിങ്ങൾ ഭാരത്തിലാണോ? നിങ്ങളുടെ ഭാരത്തെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. നിന്റെ ഭാരനെ യഹോവയുടെ മേൽ വെച്ച് കൊടുക്കാം. കൊർന്നല്യോസ് എന്ന ദൈവഭക്തനായ മനുഷ്യൻ, നീതിമാനും കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവനും വളരെ ധർമ്മം കൊടുക്കുന്നവനും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നവനുമായ കൊർന്നല്യോസിന്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ലയോ കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തി. പക്ഷെ നീ സ്വർഗത്തിലെത്താതെ നീ പ്രാർത്ഥനയും ധർമ്മം എത്തിയതുകൊണ്ട് കാര്യമായില്ല. നീ സ്വർഗത്തിലെത്തുവാൻ ചില കാര്യങ്ങൾ ചെയ്യണം. പത്രോസിനെ വിളിച്ച സുവിശേഷം കേൾക്കണം.
പത്രോസ് വായി തുറന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവരെ സ്നാനപ്പെടുത്തി ദൈവസഭയുടെ അംഗങ്ങളാക്കി മാറ്റി. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ, ആത്മാവിന്റെ അടുത്ത തലത്തിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ എത്ര പേർക്ക് കർത്താവേ എന്റെ മേൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അതിനെ തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ ശക്തി എനിക്ക് പോരാ. ഒരു പുതിയ ബലം, ഒരു പുതിയ ശക്തി, പ്രതികൂലങ്ങളെ ജയിക്കുവാൻ, സാമ്പത്തിക മേഖലകളെ ജയിക്കുവാൻ, അസമാധാനത്തെ ജയിക്കുവാൻ, ഓ ഹല്ലേലൂയ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളെ ജയിക്കുവാൻ ഒരു പുതിയ ബലം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ആ കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം. പരിശുദ്ധനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ശക്തിയോടെ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരട്ടെ. ജീവനാവിൽ കടത്തിടുവാൻ
സ്വർഗസ്ഥ പിതാവേ, ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് ജയോത്സവമായി അങ്ങ് നടത്തുന്നതിനായി സ്തോത്രം. കടന്ന് ഓരോരുത്തരെയും എന്റെ അപ്പൻ തൊട്ടതിനായി സ്തോത്രം. ദൈവകൃപ പകർന്നല്ലോ നന്ദി. വിടുതലുകൾ അയച്ചതിനായി നന്ദി. അയച്ചവരുടെ നിലനിൽക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. മടക്കയാത്രകളിൽ കൂടെ ഇരിക്കണം. വാഹനങ്ങളെ ദൈവം സംരക്ഷിക്കണം. സുരക്ഷിതമായ ഭവനത്തിലെത്തി സ്വഭവനങ്ങളിൽ നിർഭയം വസിച്ച് പിന്നെയും ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണം. അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യിക്കണം. സകല മഹത്വവും തിരുമേനിക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം പ്രാപിച്ച വിടുതലുകളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ